നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിനെ കൃത്യമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ പെടുത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് പ്രശാന്തന്റെ കയ്യിൽ തെളിവില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. ഹൈക്കോടതിയിൽ മഞ്ജുഷ സമർപ്പിച്ചിരിക്കുന്ന ഹർജി അതനുസരിച്ചുകൊണ്ട് CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തു വരാനിരിക്കുന്നു. ഇതിന് പിന്നിൽ PP ദിവ്യയെ മറയാക്കി മറ്റു ചിലർ കളിച്ച കളിയാണെന്നുള്ള ആരോപണം ശക്തമായി തന്നെ ഉയരുന്നു. അതിനോടൊപ്പം തന്നെ നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയല്ല, മറിച്ച് അതൊരു കൊലപാതകമാണെന്നുള്ള തെളിവുകൾ അക്കമിട്ട് നിരത്തി കോടതിയിൽ സമർത്ഥിക്കാൻ ഒരുങ്ങുന്നു മഞ്ജുഷയും അഭിഭാഷകനും. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി നവീൻ ബാബുവിനെ തുടക്കത്തിൽ കൈക്കൂലിക്കാരനാക്കി ആ ആത്മഹത്യ അനുചിതമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കാനായി പോകുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരു ചാനൽ മാധ്യമം തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. TV പ്രശാന്തൻ നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട് തെളിവുകളൊന്നും തന്നെ ഇല്ല എന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന മൊഴിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു തെളിവും നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കാനായില്ല എന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം നവീൻ ബാബു ഒരു ചില്ലിക്കാശ് പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, പ്രശാന്തൻ എന്ന് പറയുന്നത് ആർക്കോ വേണ്ടി ചലിക്കുന്ന ഒരു പാവയായി മാറിയിരിക്കുന്നു. പ്രശാന്തന്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള അനധികൃത ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിന് ഇതിനപ്പുറത്തേക്ക് മറ്റ് തെളിവുകളൊന്നും തന്നെ ആവശ്യമില്ല. കൈക്കൂലി കൊടുത്തെന്ന വെളിപ്പെടുത്തലിൽ പ്രശാന്തനെതിരെ കേസെടുക്കാനും വകുപ്പില്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഒരു നല്ല മനുഷ്യനെതിരെ, മരിച്ചു പോയിട്ടും അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനായി ശ്രമിച്ചതിന് എന്തുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. തെളിവ് ഹാജരാക്കാനായി പ്രശാന്തന് കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ സെൽ SP ആണ് ഈ അന്വേഷണം നടത്തിയത്. എന്നാൽ പ്രശാന്തന് ചില മൊഴികൾ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് സ്വർണം പണയം വെച്ചത് മുതൽ ADMന്റെ കോട്ടേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള മൊഴികളിൽ തെളിവുണ്ട്. എന്നാൽ കോട്ടേഴ്സിന് സമീപം എത്തിയ ശേഷം എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തമായ തെളിവില്ല. അവിടെ എത്തി പണം കൈമാറിയെങ്കിൽ മാത്രമേ നവീൻ ബാബുവിനെ കുറ്റക്കാരനാക്കാനായി സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള തെളിവൊന്നും തന്നെ ഈ നിമിഷം വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒക്ടോബർ 5-ാം തീയതി സ്വർണം പണയം വെച്ചു എന്ന രസീത് പ്രശാന്തൻ കൈമാറിയിരിക്കുന്നു. പക്ഷേ അത് പണയം വെച്ചത് പ്രശാന്തന്റെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒക്ടോബർ 6-ന് പ്രശാന്തനും നവീൻ ബാബുവും 4 തവണ ഫോണിൽ സംസാരിച്ചെന്നുള്ളതും ശരിയാണ്. ഈ ഫോൺ വിളികൾക്കൊടുവിൽ പ്രശാന്തനും നവീൻ ബാബുവും തമ്മിൽ കൂടിക്കാഴ്ചയും നടത്തി. അതും ജോലിയുടെ ഭാഗമായിട്ടുള്ള കൂടിക്കാഴ്ചയായി തന്നെയാണ് ഇതിൽ സാധൂകരിക്കാനായി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ റവന്യൂ വകുപ്പ് നൽകിയ റിപ്പോർട്ടിനെ അടിവരയിടുന്ന തരത്തിലായിരുന്നു. അതായത് ADM നവീൻ ബാബു കൈക്കൂലിക്കാരനല്ല, അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്.